ഹലോ നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് എങ്ങനെ നമ്മുടെ വെബ് പേജിൽ നമുക്ക് ഒരു ടാഗിന് കൂടെ എങ്ങനെ ബോർഡർ ചേർത്ത് കൊടുക്കാം എന്നതിനെ കുറിച്ചാണ്. നമുക്ക് വെബ് പേജിൽ പല രൂപത്തിൽ ബോർഡർ ചേർത്ത് കൊടുക്കാം. ബോർഡർ നമുക്ക് പല രംഗങ്ങളിലും അല്ലെങ്കിൽ പല ആവശ്യങ്ങൾക്കുമായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ബോർഡർ പ്രധാനമായിട്ടും ബോർഡറിന്റെ സ്റ്റൈല്, അതേപോലെ തന്നെ ബോർഡറിന്റെ കളറ്, ബോർഡർ വിഡ്ത്ത്, അതേപോലെ തന്നെ ബോർഡർ റേഡിയസ്, ഇത്രയും ഭാഗമായിട്ടാണ് ബോർഡറിനെ തിരിച്ചിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ നമുക്ക് ബോർഡർ ചേർത്ത് കൊടുക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ബോർഡർ സ്റ്റൈല് ചേർത്ത് കൊടുക്കാം എന്നതിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെ നമ്മുടെ വെബ് പേജിലേക്ക് നമുക്ക് ബോർഡർ സ്റ്റൈല് ചേർത്ത് കൊടുക്കാം എന്നതിനെ കുറിച്ച് നോക്കാം. ആദ്യം തന്നെ നമ്മൾ സാധാരണ ചെയ്യുന്ന രൂപത്തിൽ തന്നെ നമ്മൾ മുമ്പ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഇനി ഒരു വെബ് പേജ് ഓരോന്നും മുറിച്ചല്ല ചെയ്യുന്നത്, കണ്ടിന്യൂ ആയിട്ട് നമ്മൾ ചെയ്തു പോവുകയാണെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എങ്ങനെ നമ്മുടെ ഈ വെബ് പേജിലേക്ക് ഒരു ബോർഡർ ചേർത്ത് കൊടുക്കാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇവിടെ ഒരു പാരഗ്രാഫ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പാരഗ്രാഫിന്റെ ടാഗായ പി എന്ന് ചേർത്ത് കൊടുത്തു. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ടെക്സ്റ്റ് ആണോ വേണ്ടത് അത് ചേർത്ത് കൊടുത്തു. നമുക്ക് ഈ ഭാഗം ഒന്ന് റണ്ണ് ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ നമ്മുടെ വെബ് പേജ് നമുക്ക് റണ്ണ് ചെയ്യിക്കുമ്പോൾ ഇതിൽ ജസ്റ്റ് സൂമിക്സ് ഇൻഫോ എന്ന് മാത്രം തന്നിട്ടുണ്ടാവും. ഇതിൽ നമുക്ക് ബോർഡർ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ എങ്ങനെ നമുക്ക് ഇതിലേക്ക് ബോർഡർ ചേർത്ത് കൊടുക്കാം എന്ന് നോക്കാം. അപ്പോൾ ബോർഡർ ചേർത്ത് കൊടുക്കാൻ വേണ്ടി നമ്മളിവിടെ വന്ന് ഇതിനൊരു ക്ലാസ് നെയിം കൊടുക്കുകയാണ്. കാരണം ബോർഡർ സ്റ്റൈല് ഒന്നിലധികം വരുന്നുണ്ട്. അപ്പോൾ ഞാനിതിന് എ എന്നുള്ളൊരു ക്ലാസ് നെയിം ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമ്മളിവിടെ വന്ന് പി എന്ന ടാഗിനാണ് നമ്മൾ ബോർഡർ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പി എന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം എ എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമ്മളിവിടെ വന്ന് ബോർഡർ സ്റ്റൈല് എങ്ങനെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ബോർഡർ സ്റ്റൈൽ എന്ന് ചേർത്ത് കൊടുക്കുക. ബോർഡർ സ്റ്റൈൽ എന്ന് ചേർത്ത് കൊടുത്തു. ആദ്യം തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നണ്ണ് എന്നാണ്. ബോർഡർ സ്റ്റൈൽ നൺ, അതായത് നമുക്ക് പ്രത്യേകിച്ചൊരു ബോർഡർ ഒന്നും ഇല്ലാത്ത ഭാഗത്തിനാണ് നമ്മൾ നണ്ണ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ കൊടുത്താൽ നമുക്ക് ആ ഫസ്റ്റ് പാരഗ്രാഫ് അല്ലെങ്കിൽ ഫസ്റ്റ് ഹെഡിങ്ങിന് പ്രത്യേകിച്ച് ബോർഡർ ഒന്നും വന്നിട്ടുണ്ടാവില്ല. ഇനി ഇതേ രൂപത്തിൽ തന്നെ ഞാൻ ഇതിൻ്റെ ഒരു കോപ്പി കൂടി സെലക്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാനിവിടെ വന്ന് ഇത് ബി എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, നമുക്കിതിന് ബോർഡർ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിത് ഇവിടുന്ന് കോപ്പി ചെയ്തിട്ട് ഇതിൻ്റെ താഴെ ഒന്ന് കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പി എന്നതിൻ്റെ ക്ലാസ് നെയിം ഞാനിവിടെ വന്ന് രണ്ടാമത്തത് ബി എന്ന് ചേർത്ത് കൊടുക്കുന്നു. അപ്പോൾ അടുത്ത ബോർഡർ സ്റ്റൈല് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഡോട്ടഡ് എന്നാണ്. അപ്പോൾ എന്താണ് ബോർഡർ സ്റ്റൈല്? നമുക്ക് ഡോട്ടഡ് കൊടുത്താൽ എങ്ങനെ വരുന്നു എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഡോട്ടഡ് കൊടുക്കുകയാണെങ്കിൽ ഈ സൂമിക്സ് ഇൻഫോ എന്ന് എഴുതിയ വേർഡിന് ചുറ്റും ഇതുപോലെ ഡോട്ടായിട്ടൊരു ബോർഡർ വന്നിട്ടുണ്ടാവും. ഓക്കെ, അതേ രൂപത്തിൽ തന്നെ ഞാൻ ഈ വേർഡ് ഒന്നുകൂടി ഞാൻ ഈ പാരഗ്രാഫ് ടാഗ് ഇവിടെ വെച്ച് കോപ്പി ചെയ്തെടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഈ ഭാഗവും ഞാനൊന്ന് കോപ്പി ചെയ്തിട്ട് ഇവിടെ വന്ന് ഒന്ന് പേസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിന് നമ്മൾ ഇതുവരെ എ ബി, ഇതിന് ഞാൻ ക്ലാസ് നെയിം സി എന്നും കൊടുക്കുന്നു. ഇവിടെയും ഞാൻ ക്ലാസ് നെയിം സി എന്ന് ചേർത്ത് കൊടുക്കുന്നു. ഓക്കെ, അടുത്തതായി നമ്മളിവിടെ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഡാഷ്ഡ് എന്ന ഭാഗമാണ്. അതായത് ഡോട്ടഡിനേക്കാൾ ഒന്നുകൂടി കുറച്ച് വലുപ്പത്തിലായിട്ട് വരുന്നതിനെയാണ് നമ്മൾ ഡാഷ്ഡ് എന്ന് പറയുന്നത്. അതായത് ഡോട്ടഡ് എന്ന് പറഞ്ഞാൽ ഓരോ ഡോട്ടായിട്ടായിരിക്കും വരിക. ഡാഷ്ഡ് എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ ഒന്നുകൂടി ലെങ്ത് കൂടിയ ലൈൻസ് ആയിരിക്കും ഇതിൽ വരിക. ഇതേ രൂപത്തിൽ തന്നെ ഞാൻ അടുത്തത് ഒന്നുകൂടി കോപ്പി ചെയ്ത് ഇവിടെ വെച്ച് പേസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിന് ഞാൻ ക്ലാസ് നെയിം ഡി എന്ന് ചേർത്ത് കൊടുത്തു. ഇതിൻ്റെ ഒരു കോപ്പി ഞാൻ ഇവിടെ വെച്ച് പേസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിന് ഞാനിവിടെ ക്ലാസ് നെയിം ഡി എന്ന് ചേർത്ത് കൊടുത്തു. അടുത്തതായി നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് സോളിഡ് എന്നാണ്. സോളിഡ് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ലെങ്ത് ലൈൻസ് ആയിട്ട് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കുന്നതിനെയാണ് നമ്മൾ സോളിഡ് എന്ന് പറയുന്നത്. ഓക്കെ, വീണ്ടും ഞാൻ അടുത്തൊരു പാരഗ്രാഫ് കൂടി ഇവിടെ തയ്യാറാക്കുകയാണ്. ഓക്കെ, ഇതിന് നമ്മൾ പേര് ചേർത്ത് കൊടുക്കുന്നത് ഇ എന്നാണ്. ഓക്കെ, അതേ രൂപത്തിൽ തന്നെ ഇതിൻ്റെ ഒരു കോപ്പി എടുത്തിട്ട് ഞാനിവിടെ വന്ന് പേസ്റ്റ് ചെയ്യുകയാണ്. ഇതിന് നമ്മൾ നേരത്തെ കൊടുത്ത അതേ ക്ലാസ് നെയിം നമ്മൾ ഇതിനും ചേർത്ത് കൊടുക്കുക. ഞാൻ ഇ എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇതിന് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഡബിൾ എന്ന ബോർഡർ സ്റ്റൈലാണ്. ഡബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് ലൈൻസ് ആയിട്ട് കാണിച്ചു തരാൻ വേണ്ടിയാണ് നമുക്ക് ഡബിൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ സാധാരണ ബോർഡറിനേക്കാൾ ഒന്നുകൂടി സാധാരണ ബോർഡർ ഒന്നായിരിക്കും വരും. പക്ഷെ നമ്മൾ ഡബിളാണ് കൊടുക്കുന്നതെങ്കിൽ രണ്ട് ബോർഡർ ആയിട്ടായിരിക്കും, അതായത് ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ടായിരിക്കും നമുക്ക് ഡിസ്പ്ലേ ചെയ്യുക. വീണ്ടും ഞാനിതൊന്ന് കോപ്പി ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ വന്ന് പേസ്റ്റ് ചെയ്തു. ഇതിന് ഞാൻ എഫ് എന്നും പേര് ചേർത്ത് കൊടുത്തു. ഈ CSS കോഡും നമ്മളൊന്ന് കോപ്പി ചെയ്ത് ഇവിടെ വന്ന് പേസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിന് ഞാൻ ക്ലാസ് നെയിം എന്താണെങ്കിൽ അത് ചേർത്ത് കൊടുത്തു. അടുത്തതായി നമ്മൾ ഗ്രൂവ് എന്നാണ് ചേർത്ത് കൊടുക്കുന്നത്.
അപ്പോൾ ഗ്രൂവ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഇതേ രൂപത്തിലൊരു പ്രത്യേകം കളറിലൊക്കെ ആയിട്ട് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നമുക്കിതുപോലെ കാണിച്ചു തരും. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ബോർഡർ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഗ്രൂവ് ഉപയോഗിക്കുന്നത്. അടുത്തത് വീണ്ടും നമ്മൾ ഇതിൻ്റെ ഈ പാരഗ്രാഫ് ഒന്ന് കോപ്പി ചെയ്തു. ഇതിനൊരു ക്ലാസ് നെയിം കൊടുത്തു. അതേപോലെ തന്നെ ഇതിന് നമുക്ക് അതേ രൂപത്തിൽ തന്നെ CSSഉം എങ്ങനെയാണോ വേണ്ടത് അത് നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഇതിന് നമ്മൾ അടുത്ത ബോർഡർ സ്റ്റൈൽ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിന് നമ്മൾ റിഡ്ജ് എന്ന CSS സ്റ്റൈലാണ് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അതൊരു പ്രത്യേകം ഒരു എഫക്റ്റിലായിട്ട് നമുക്ക് ആ ബോർഡർ കാണിച്ചു തരും. ഒന്നുകൂടി ഹൈലൈറ്റ് ചെയ്ത് ആ ബോർഡർ കാണിച്ചു തരാൻ വേണ്ടിയാണ് നമ്മൾ റിഡ്ജ് ഉപയോഗിക്കുന്നത്. അതേ രൂപത്തിൽ തന്നെ ഒന്നുകൂടി ഇതിൻ്റെ ഒരു കോപ്പി നമ്മൾ വീണ്ടും എടുക്കുകയാണ്. H എന്ന് ചേർത്ത് കൊടുത്തു. അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു കോപ്പി എടുത്തിട്ട് ഞാനിവിടെ വന്ന് ഇതിന് ഈ പാരഗ്രാഫിന് നമ്മളെ ക്ലാസ് നെയിം എന്താണോ അത് നമ്മളിവിടെ വന്ന് ചേർത്ത് കൊടുത്തു. നമ്മുടെ ക്ലാസ് നെയിം H ആണ്, അത് നമ്മൾ ചേർത്ത് കൊടുത്തു. ഇനി ഇതിനാണ് ഇൻസെറ്റ് എന്ന ബോർഡർ സ്റ്റൈലാണ് ഞാനിതിന് ചേർത്ത് കൊടുക്കുന്നത്. ഓക്കെ, ഇൻസെറ്റ് എന്ന ബോർഡർ സ്റ്റൈൽ ചേർത്ത് കൊടുക്കുമ്പോൾ അതായത് ഒന്നുകൂടി അകത്തേക്ക് കടന്നിട്ട് ഒന്നുകൂടി ഹൈലൈറ്റ് ചെയ്തിട്ട് ഈ രൂപത്തിലായിരിക്കും നമുക്ക് ഇൻസെറ്റ് എന്ന് ബോർഡർ സ്റ്റൈൽ ചേർത്ത് കൊടുത്താൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്യുക. അതേ രൂപത്തിൽ തന്നെ നമുക്കിവിടെ വന്ന് ഔട്ട്സെറ്റ് എന്നത് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇതിന് ഞാൻ I എന്നും ചേർത്ത് കൊടുത്തു. അതേ രൂപത്തിൽ തന്നെ ഇവിടെ വന്ന് ഇതിന് ആ I നമ്മളിവിടെ വന്ന് റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ P എന്നതിന് I നമ്മളിവിടെ വന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇവിടെ വന്ന് ഇൻസെറ്റിന് പകരം നമ്മളിവിടെ വന്ന് ഔട്ട്സെറ്റ് എന്നാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ നമുക്കിതുപോലെ പുറത്തേക്ക് തള്ളിയിട്ടുള്ള രൂപത്തിലായിരിക്കും നമുക്ക് CSS ബോർഡർ ഡിസ്പ്ലേ ചെയ്ത് വരിക. അടുത്തത് നമുക്ക് വീണ്ടും വേറെ ഒന്നുകൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിന് ഞാൻ ക്ലാസ് നെയിം J എന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് ഈ ബോർഡർ സ്റ്റൈൽ എന്നുള്ള ഭാഗം ഒന്നുകൂടി കോപ്പി ചെയ്ത് ഇവിടെ വന്ന് പേസ്റ്റ് ചെയ്യാം. ഇതിന് ഞാൻ ക്ലാസ് നെയിം നമ്മൾ നേരത്തെ കൊടുത്ത അതേ ക്ലാസ് നെയിം തന്നെ ഇതിലേക്ക് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തു. അടുത്തതായി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഹിഡൻ ആണ്. ഹിഡൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ബോർഡർ ഉണ്ടാവും, എന്നാൽ നമുക്ക് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യാത്ത രൂപത്തിൽ നമുക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയാണ് ഹിഡൻ എന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിതിന് ബോർഡർ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആ ബോർഡർ ഇവിടെ പ്രത്യേകിച്ച് കാണാനൊന്നും കഴിയില്ല, എന്നാൽ ആക്ച്വലി അതിന് ബോർഡറും വരുന്നുണ്ട്. അപ്പോൾ ഇത്തരം രൂപത്തിലാണ് നമ്മളൊരു വെബ് പേജിലേക്ക് CSS ബോർഡർ സ്റ്റൈൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ബോർഡർ സ്റ്റൈൽ നമുക്ക് ഒന്നാമത്തത് വരുന്നത് നണ്ണ്, അതായത് ബോർഡർ ഒന്നും ഇല്ലാത്തതിനെയാണ് നമ്മൾ നണ്ണ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് വരുന്നതാണ് ഡോട്ടായിട്ട് ചേർത്ത് കൊടുക്കുന്നതിനെയാണ് നമ്മൾ ഡോട്ടഡ് എന്ന് പറയുന്നത്. അടുത്തതാണ് ഡാഷ്ഡ് എന്ന് പറഞ്ഞാൽ ഡോട്ടിനേക്കാൾ ഒന്നുകൂടി വലിപ്പത്തിൽ ചെറിയ ചെറിയ ഡാഷ് രൂപത്തിൽ ബോർഡർ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയാണ് ഡാഷ്ഡ് ഉപയോഗിക്കുന്നത്. സോളിഡ് എന്ന് പറഞ്ഞാൽ ഒറ്റ ലൈൻസ് ആയിട്ട് നമുക്ക് ആക്ച്വൽ ബോർഡർ എങ്ങനെയാണോ ചേർത്ത് കൊടുക്കേണ്ടത് അത് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയാണ് ഡാഷ്ഡ് ഉപയോഗിക്കുന്നത്. അടുത്തത് വരുന്നതാണ് ഡബിൾ എന്ന് പറഞ്ഞാൽ 2 ലൈൻസിലായിട്ട് നമുക്ക് ഇതിന് ബോർഡർ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയാണ് ഡബിൾ ഉപയോഗിക്കുന്നത്. ഗ്രൂവ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകം കളറിലായിട്ട് നമുക്ക് ഇവിടെ വന്ന് ബോർഡർ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയാണ് ഗ്രൂവ് ഉപയോഗിക്കുന്നത്. അതേപോലെ റിഡ്ജ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക കളറിലായിട്ട് നമുക്ക് ആ ബോർഡർ ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചു തരും. അതേപോലെ തന്നെ ഇൻസെറ്റ് എന്ന് പറഞ്ഞാൽ അകത്തേക്ക് തള്ളിയ രൂപത്തിൽ നമുക്ക് ബോർഡർ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയാണ് ഇൻസെറ്റ് ഉപയോഗിക്കുന്നത്. ഔട്ട്സെറ്റ് എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് തള്ളിയ രൂപത്തിൽ നമുക്ക് ബോർഡർ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയാണ് ഔട്ട്സെറ്റ് ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ ഹിഡൻ, നമുക്ക് ബോർഡർ ഉണ്ട് എന്നാൽ നമുക്ക് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യാത്ത രൂപത്തിൽ നമുക്ക് ബോർഡർ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയാണ് ബോർഡർ ഹിഡൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ചത് എങ്ങനെ നമുക്ക് ബോർഡർ സ്റ്റൈൽ ചേർത്ത് കൊടുക്കാം എന്നതിനെ കുറിച്ചാണ്. അടുത്തൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.